കഴിഞ്ഞ വർഷം നടന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. മുറിവേറ്റവർ. എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്തിനി ചെയ്യണമെന്നറിയില്ല, ഉറ്റവരുടയവർ ഒരുമിച്ചൊഴുകി ഉരുൾ പൊട്ടി അകലുന്നു മുന്നിലൂടെ. എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്തിനി ചെയ്യണമെന്നറിയില്ല, ഉറ്റവരുടയവർ ഒരുമിച്ചൊഴുകി ഉരുൾ പൊട്ടി അകലുന്നു മുന്നിലൂടെ. മൃദുലമേനിയെ വ്രണിതമാക്കി രുതിരമൊഴുകുന്ന മേനി പോലെ പൊട്ടിയൊഴുകുന്നു ചൂരൽമല, പൊട്ടിയൊഴുകുന്നു കൊട്ടമല. ചിന്നിച്ചിതറുന്നു മുണ്ടക്കൈയും ചാലിയാർ പുഴയുടെ അറ്റത്തോളം. പ്രകൃതിതൻ വികൃതിയിൽ വിറകൊണ്ടു നിന്നുപോയി ഞാനും പ്രതിമ പോലെ. അങ്ങ് കിഴക്കൻ മലനിരകൾ സംഹാര താണ്ഡവമാടി നിൽക്കെ, മർത്യന്റെ ഉള്ളിൽ ജാതിയില്ല, മർത്യന്റെ ഉള്ളിൽ മതവുമില്ല. രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ല, രാഷ്ട്രം ഒരുമിക്കും കാഴ്ചയാണ്. ബോധത്തിനപ്പുറം ബോധമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന നിമിഷമാണ്. ചിതറിയ മാനവ സ്നേഹമെല്ലാം ചിതകൂട്ടി നിൽക്കുന്നു മുന്നിലായി. കാണുവാനാകാതെ കേഴുന്ന ലോകം തേടി വന്നെത്തുന്നു സ്നേഹവുമായി. ഭൂമിതന്മാർ ചൂഴ്ന്നെടുത്ത് ഒറ്റ മുലച്ചിയായി മാറിയോ ഭൂമി. സംഹാര താണ്ഡവമാടി നിന്നു അങ്ങ് കിഴക്കൻ മലനിരകൾ. എന്തിത്ര കോപമെന്നറിയാതെ ലോകം വിതുമ്പി വിറങ്ങലിക്കെ, ഓർത്തുപോയി ഞാനെൻ്റെ കർമ്മം കാട്ടിക്കൂട്ടിയ കൊടും ദുരന്തം. ഭൂമിയെയെന്നും തുരന്നെടുത്ത് രമ്യകർമ്മ്യങ്ങൾ പണിതിടുമ്പോൾ, ഓർക്കുക മർത്യ, നീ നിന്നുടെ ശവക്കുഴിയല്ലോ തോണ്ടുന്നത്. പ്രകൃതി മാതാവിൻ മാറിടങ്ങൾ, പ്രകൃതി മാതാവിൻ ഉദരങ്ങളും അമ്മയെ തിന്നുന്ന ഞണ്ട് പോലെ മാനവരിന്നും കുഴികുത്തിടുന്നു. നിർത്തുക മർത്യ നിന്നുടെ ആർത്തി, നിർത്തിയില്ലെങ്കിൽ സഹതമിക്കാം. പ്രകൃതിയെ സ്നേഹിക്ക ലോകരെ നാം, പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ല. ഇനിയുള്ള കാലം ദ്രോഹിക്കയില്ല എന്നുള്ള ചിന്തയിൽ ഏകനായി നിൽക്കുന്നു ഞാനീ കേന്ദ്രത്തിലായി. ഇനിയുള്ള കാലവും ജീവിക്കുവാൻ ഈ സമയവും കടന്നു പോകാം, ഈ ചിത്രങ്ങളും മറഞ്ഞു പോകാം. ഇതുവഴി വീണ്ടും കടന്നെത്തിടാം ഇതുപോലെ സംഹാര താണ്ഡവങ്ങൾ. മുറിവേറ്റ ഹൃദയത്തിനാഴങ്ങളിൽ മനിതന്റെ സംസ്കൃതി വീണ്ടെടുക്കാൻ പുലരട്ടെ രാവുകൾ. ഇനിയുള്ള കാലം ഉണരട്ടെ ലോകം, ഇനിയെങ്കിലും പുലരട്ടെ രാവുകൾ. ഇനിയുള്ള കാലം
ലോകം ഇനിയെങ്കിലും